ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മളിപ്പോൾ എവിടെ പോകുന്നതാണെന്ന് ഒരു ഐഡിയ എനിക്കില്ല. ഈ വണ്ടി എവിടെ സ്റ്റോപ്പാവും അവിടെ വരെ പോകാനാണ് തീരുമാനം. ജസ്റ്റ് മിസ്സായിപ്പോയി. ഹസ്ബൻഡ് ഇതിൽ ലൊക്കേഷൻ സെറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് എനിക്കറിയില്ലെങ്കിലും അമ്മേനെ നമ്മൾ ബസ് സ്റ്റോപ്പിൽ ഇറക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അമ്മ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് അമ്മയും നമ്മളൊന്നിച്ചുണ്ട്. കുറച്ച് സമയത്തേക്കായിരിക്കും അത്. പിന്നെ ഈ വഴി പോകുമ്പോൾ ഇത് റൂട്ട് എൻ്റെ വീട്ടിലേക്കുള്ള അതേ റൂട്ട് തന്നെയാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് പോകുന്നുള്ളതാണ് എവിടേക്കായിരിക്കും എന്നുള്ളത്. അപ്പോൾ അങ്ങനെ നമ്മൾ അമ്മേനെ ഇറക്കിയിട്ട് വീട്ടിൽ തന്നെ ഇറക്കി. എന്തായാലും ഹസ്ബൻഡ് പറഞ്ഞു നമ്മൾ അതേ വഴി തന്നെയാണ് പോകുന്നത്, അപ്പോൾ വീട്ടിൽ ഇറക്കാമെന്ന് വിചാരിച്ചിട്ട് വീട്ടിൽ തന്നെ ഇറക്കിയിട്ട് തിരിച്ച് പോകുന്നുള്ളതാണ്. അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിൽ നിന്ന് വരുന്ന വഴി ഏട്ടനെയും കണ്ടു. ഏട്ടൻ്റെ ജോബ് അവിടെ തന്നെയാണ്, സൂപ്പർ മാർക്കറ്റിൻ്റെ അടുത്ത്. എന്നിട്ട് നമ്മൾ തിരിച്ച് പോകുന്നുള്ളതാണ്. അപ്പോൾ ഈ വഴി എങ്ങോട്ടാന്ന് എനിക്ക് മനസ്സിലായി, പക്ഷെ അവിടെ ചെന്നിട്ട് വേറെ റൂട്ട് എങ്ങോട്ടാന്ന് എനിക്കറിയില്ല. മിസ്റ്റർ ഹസ്ബൻഡ് പ്ലീസ്. ആളൊന്നും പറയുന്നുമില്ല. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഉപ്പളൊക്കെ കഴിഞ്ഞു, മാംഗ്ലൂരാണ് പോകുന്നുള്ളത്. ഇപ്പോൾ കിയാരക്ക് നല്ല ഉറക്കാണ്, എൻ്റെ കയ്യിലുണ്ട്. റോഡൊക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട് ഇപ്പൊ, അല്ലേ? വിണ്ടറോ? നമ്മളിതാ ടോൾ ഗേറ്റ് എത്താറായി, തലപ്പാടി. വാലിഡ്. അപ്പോൾ ഇത് നേത്രാവതി ബ്രിഡ്ജാണ്. അപ്പോൾ ഇത് നമ്മൾ പണ്ട് കോളേജിൽ പഠിക്കുമ്പോൾ ട്രെയിനിൽ പോകുന്ന സമയത്ത് നല്ല അടിപൊളിയായിരുന്നു ഇത് കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ സ്ഥലത്തേക്ക് എത്തി. അപ്പോൾ ഇതൊരു റെസ്റ്റോറൻ്റ് ആണ്, 24 കാരറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫാമിലി റെസ്റ്റോറൻ്റ് ആണ്. അപ്പോൾ ഇവിടേക്കാണ് നമ്മൾ വന്നത്. അപ്പോൾ ഇടയ്ക്ക് ബ്ലോക്കൊക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഇവിടെ എത്താൻ കുറച്ച് ലേറ്റായിപ്പോയി. അപ്പോൾ ഇതിൻ്റെ അകത്ത് നല്ലൊരു അടിപൊളി വ്യൂ ആണ്, പൂളൊക്കെ ആയിട്ടും പിന്നെ കുട്ടികൾക്കുള്ള പ്ലേ സ്റ്റേഷനും അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായി. പിന്നെ നമ്മൾ വരാൻ ഇത്തിരി ലേറ്റായാലും അത് കുഴപ്പമില്ല എന്ന് വിചാരിക്കുന്നു, കാരണം ഈ ഒരു നൈറ്റ് വ്യൂവും നല്ല അടിപൊളിയാണ്. അപ്പോൾ നമ്മൾ പൂൾ സൈഡ് തന്നെയായിരുന്നു ഫുഡ് കഴിക്കാനും സെലക്ട് ചെയ്തത്. അപ്പോൾ ഇവളാണെങ്കിൽ എന്താ വെള്ളം കാണുമ്പോൾ ഇങ്ങനെ ചാടുന്നുണ്ട്, കാരണം ഒരു പ്രാവശ്യം പൂളിൽ കളിച്ചതുകൊണ്ട്. അപ്പോൾ ഹസ്ബൻഡ് ഇതാ ഫുഡൊക്കെ സെലക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾക്ക് എന്തെങ്കിലും ഫോട്ടോസോ വീഡിയോസോ എന്തെങ്കിലും എടുക്കണം എന്നുണ്ടെങ്കിൽ ഇവർ ഈ ഒരു എക്സ്ട്രാ ലൈറ്റ് നമ്മുടെ ടേബിളിൽ ഫിറ്റ് ചെയ്യും. അപ്പോൾ അത് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് അവരോട് പറയാം, അല്ലെങ്കിലും വെച്ച് തരുമായിരിക്കും. എന്നാലും നമ്മൾ പറഞ്ഞതുകൊണ്ട് അവർ എന്താ ആ ഒരു ലൈറ്റ് അവിടെ ഫിറ്റ് ചെയ്തു.
ഈ ഒരു ബേബി സിറ്റിംഗ് ഒക്കെ കൊണ്ടു തന്നു അവർ. ഇവൾ ഇരിക്കുമെന്ന് വിചാരിച്ചിട്ടില്ലായിരുന്നു, എന്നാലും കുറച്ച് സമയം അതിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ സ്റ്റാർട്ടേഴ്സായിട്ട് ഓർഡർ ചെയ്തത് ഫ്രഞ്ച് ഫ്രൈസും പിന്നെ ചിക്കൻ ലോലിപോപ്പും ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഇവക്ക് പഴം കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവൾക്ക് വേറൊന്നും കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് പഴം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ബട്ടർ നാനും കുൾച്ചയും പിന്നെ ചിക്കൻ തന്തൂരി കറിയും പിന്നെ ചെമ്മീൻ്റെ ഒരു ഐറ്റം ആയിരുന്നു. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. പിന്നെ ഇവൾ ഈ ടിഷ്യൂലൊക്കെ കളിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു താറാവിനെ ഒരു 4-5 പ്രാവശ്യം താഴെ ഇട്ടിട്ടുണ്ടാവും. അവിടുത്തെ ഹിന്ദിക്കാരൻ അത് എടുത്തു കൊടുക്കുകയും ചെയ്തു. അപ്പം ഞാൻ ഈ ഒരു സംഭവം ഒട്ടും പ്രതീക്ഷിച്ചതല്ല. ഇങ്ങനെ ഒരു കേക്ക് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. കാരണം ഇങ്ങനൊരു ബർത്ത്ഡേ പോലും ഞാൻ സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചില്ല. കാരണം ഹസ്ബൻഡിൻ്റെ തിരക്ക് കാരണം ഇപ്പോൾ ഷോപ്പിൽ നിന്ന് അങ്ങനെ കൂടുതൽ എങ്ങോട്ടും ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്. അപ്പോൾ ഇപ്പം തന്നെ അച്ഛനെ അടൂരിലേക്ക് വിട്ടിട്ട് നമ്മൾ വന്നതാണ്. അപ്പം ഞാൻ എന്തായാലും ഹാപ്പിയാണ്. കാരണം എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് വൈകുന്നേരം ഞാൻ വരും, റെഡി ആയിട്ട് നിൽക്കണം, നമുക്കൊരു സ്ഥലത്തേക്ക് പോകണം എന്നൊക്കെ. പക്ഷെ അത് ഇങ്ങോട്ടായിരിക്കുന്നൊന്നും ഞാൻ വിചാരിച്ചിട്ടില്ലായിരുന്നു. അപ്പം എന്തായാലും ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. പിന്നെ ഇവക്കുണ്ടല്ലോ, ഞാൻ കേക്ക് ഇവളുടെ ഫസ്റ്റ് ബർത്ത്ഡേ ആവാതെ കേക്ക് കൊടുക്കണ്ടെന്ന് വിചാരിച്ചിട്ടുണ്ടായതായിരുന്നു. ഇത്രയും കാലം ഞാൻ കൊടുക്കാതെ നിന്നതായിരുന്നു. എത്രയോ ഫങ്ഷൻസിൽ നമുക്ക് കേക്ക് കട്ടിങ് പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഇവക്ക് അതിൽ നിന്ന് ഒരു കഷ്ണം പോലും ഇങ്ങനെ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇന്നത്തെ ബർത്ത്ഡേൻ്റെ അന്ന് 12 മണിക്ക് കേക്ക് കട്ടാക്കിയതിന് ശേഷം ഹസ്ബൻഡ് ഓളെ വായിലിട്ട് കൊടുത്തു. പിന്നെ എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. പിന്നെ ഞാൻ ഈ ഒരു കേക്കിൻ്റെ ഒരു കഷ്ണം ഓളെ വായിലിട്ട് കൊടുത്തു. പിന്നെ ഞാൻ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഷോ. നല്ലൊരു ആംബിയൻസ് ആണ് ഇവിടെ, നല്ല അടിപൊളി വ്യൂ ഒക്കെയാണ്. അപ്പോൾ ഇത്രയും സമയം ഇവൾ പിടിച്ചു തന്നു. പക്ഷെ ഇനി എന്തായാലും ഫീഡ് ചെയ്യാതെ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നുള്ളതാണ്. പിന്നെ ഇവിടുത്തെ റൂമൊക്കെ നല്ല അടിപൊളിയാണ്, നല്ലൊരു റൂംസൊക്കെയാണ്. അപ്പോൾ മിററിൻ്റെ അവിടെ റിംഗ് ലൈറ്റൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അത് കഴിഞ്ഞ് നമ്മൾ താഴെ പോകുന്നുള്ളതാണ്. അപ്പം വീണ്ടും കുറച്ച് ഔട്ട്ഡോറിന് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ പോകുന്നുള്ളതാണ്. അപ്പം എന്തായാലും ഭയങ്കര ഹാപ്പിയാണ്. ഈ ഒരു ബർത്ത്ഡേ ഇവിടെ സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നെടുത്ത കുറച്ച് ഫോട്ടോസ്. അപ്പോൾ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബും ചെയ്യണേ. ബൈ.